ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ശരിക്കും പറഞ്ഞാൽ നമ്മൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങണമെന്നാണ് ആഗ്രഹം. അർജുനെ കണ്ടെത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾ ഒറ്റ കെട്ടായിട്ട് ഞങ്ങൾ മുന്നേറി അത് ചെയ്തു. പക്ഷേ ഇതിനിടയ്ക്ക് ചില വ്യക്തികൾ ഈ സംഭവത്തെ വൈകാരികമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിഷമ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ തന്നെ ഒരുപാട് സൈബർ അറ്റാക്ക് ഇപ്പോൾ ഞങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് ഈ തിരച്ചിൽ മാറിയപ്പോൾ ഞങ്ങൾ ഈ ആൾക്കാർക്കെല്ലാം ഞങ്ങൾ നന്ദി പറഞ്ഞതുകൊണ്ട്, അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്കാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും അതിരൂക്ഷമായ സൈബർ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അർജുന് 75,000 രൂപ സാലറി ഉണ്ട്. ആ 75,000 രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അടിയിൽ അതൊരു പിന്നെ ശരിയായ കാര്യമല്ല, അതൊരു തെറ്റായ കാര്യമാണ്. അത് ആ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 75,000 രൂപ ഇന്നേ വരെ ഒരു മാസം അവന് കിട്ടിയതായിട്ട് അറിവില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൃഷ്ണപ്രിയ അറിയാം, അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും എല്ലാവർക്കും ആ കാര്യം അറിയാം. ഇതിൻ്റെ പേരിൽ ഞങ്ങൾ നേരിട്ട് അതിൻ്റെ അടിയിലുള്ള രൂക്ഷമായിട്ടില്ല, കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് അതിൽ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ പൈസ എടുത്ത് തിന്ന് ജീവിക്കുന്ന സഹോദരിമാർ, അല്ലെങ്കിൽ അനിയൻ, സഹോദരൻ, പിന്നെ അർജുൻ മരിച്ചത് നന്നായി, ഈ രീതിയിലുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുന്നതിനേക്കാൾ അർജുൻ മരിക്കുന്നതാണ് നല്ലതെന്ന് അത്രയും രൂക്ഷമായിട്ട് ഞങ്ങളെ മനസ്സെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന, ഞങ്ങളതിന് മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഒരു പരിധി കഴിഞ്ഞു. ഇനിയും നമ്മൾ മാധ്യമങ്ങളെ കണ്ട് ഇത് ഈ കമൻ്റ് ഇടുന്നോടെയോ അവരൊന്നും വേണ്ടിയിട്ടല്ല, ഞങ്ങളെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോഴും കൂടെ നിൽക്കുന്ന കുറേ പേരുണ്ട്. അവരെ മാത്രമേ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുള്ളൂ. ആ വൈകാരികത ഇദ്ദേഹം ചൂഷണം ചെയ്തു. പല രീതിയിൽ നിന്ന്, പല കോണിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടെന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാനെന്തോ പിരിവ് നടത്തുന്നതെന്ന് പറഞ്ഞ് ഞാനൊരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല. എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കും. കല്ലെറിഞ്ഞു കൊന്നാളെൻ്റെ. കൃഷ്ണപ്രിയ മാനസികമായിട്ട് തളർന്ന സംഭവമായിരുന്നു. അയന്നെ 4ാമത്തെ കുട്ടിയായിട്ട് ഞങ്ങൾ വളർത്തും, ഞാൻ വളർത്തും. നോക്കൂ, എന്ത് അസംബന്ധമായ കാര്യമാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളിൽ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് പറയുന്നില്ല. അവളൊക്കെ അന്ന് കരഞ്ഞ് തരിപ്പണമായൊരു ദിവസമായിരുന്നു. നമ്മുടെ ലോറി ഉടമ മനാഫ് തന്നെയാണ്. ലോറി ഉടമ എന്ന് പറയാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, എങ്കിലും മനാഫ് എന്നേ ഞങ്ങൾക്ക് പറയാൻ നിർവാഹമുള്ളൂ. അങ്ങനെ അതിൽ ഞങ്ങൾ കൂടുതൽ ഇത് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള ഫണ്ടുകളൊന്നും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ താല്പര്യമില്ല. ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ കുറേ നല്ല ആൾക്കാർ വീഴ്ന്നു പോകുന്നു. അവരെന്നിട്ട് നിരന്തരമായിട്ട് വീടുകളിൽ സന്ദർശിച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ സാമ്പത്തികങ്ങളെ സഹായിക്കാം, എല്ലാ കാര്യങ്ങളും വാഗ്ദാനങ്ങൾ ചെയ്ത് നോക്കൂ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എല്ലാ ജനങ്ങളും, എല്ലാ ആൾക്കാരും, എല്ലാ കുടുംബത്തിലുള്ളത് പോലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലാതെ എല്ലാ കുടുംബത്തിലുള്ള പ്രശ്നമുണ്ട്. പക്ഷെ അതെല്ലാം അർജുൻ നഷ്ടപ്പെട്ടു, യാഥാർത്ഥ്യമാണ് എന്ന് കരുതി ഞങ്ങൾ ആരുടെയും മുന്നിൽ പോയിട്ട് പിച്ച തെണ്ടേണ്ട ആവശ്യം നിലവിൽ ഞങ്ങൾക്കില്ല. അതായത് അർജുൻ്റെ പൈസയെല്ലാം ഞങ്ങൾ എടുത്തു ഉപയോഗിച്ചു, അവനെ ദാരിദ്ര്യത്തിലാക്കി എന്ന ഒരു പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചില ആൾക്കാർ നമുക്ക് ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ട് തരുന്ന ചില ആൾക്കാരുണ്ട്. അത് പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം ഒന്ന് ആലോചിക്കണം. അതായത് ഈ വ്യക്തിയും കുറച്ച് തങ്കവും ഇവിടെ എത്തിയിരുന്നു. എന്നിട്ട് അപ്പം നമ്മൾ അവനൊരു സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളത് ഏത് രീതിയിൽ അത് തിരസ്കരിക്കും. അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്കത് മാനസികമായിട്ട്, എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റ് മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക. ഇന്ന വ്യക്തികൾ ഇത് പൈസ കൊടുത്തു. എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഓപ്പണായിട്ട് പറയാൻ കാരണം ഇതിൽ കളങ്കമില്ല, ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ആ ഫാമിലി ആയിട്ട് തന്നെ ഇപ്പോഴും കാണുള്ളൂ. ആ അമ്മ എൻ്റെ അമ്മ ആയിട്ട് ഞാൻ ഇനിയിപ്പോൾ ആ ഫാമിലി മൊത്തം തള്ളി പറഞ്ഞാലും എനിക്ക് എൻ്റെ ഫാമിലിയാണ്. അടുത്ത വിവാദം എന്ന് പറഞ്ഞാൽ അർജുൻ്റെ ബൈക്ക് ഈ നാളുകളിൽ അവിടെ
ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്ത് ഒരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു. അർജുനേട്ടൻ പോകുന്നതിന്റെ കുറച്ച് മുന്നെയാണ് നന്നാക്കാൻ കൊടുത്തത്. പക്ഷെ ഇപ്പോൾ അത് അർജുനേട്ടൻ നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കാം. അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം നന്നാക്കി എടുത്തത്. ഞാൻ കാണിച്ചുതരാം. ഇതൊരു യൂട്യൂബ് ചാനൽ വന്നതാണ്. അർജുൻ്റെ ബൈക്ക് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മനാഫ്ക എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ വന്നതാണ്. ഇതിങ്ങനെ സ്പ്രെഡ് ആവുക. അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ മനസ്സിലാവില്ല, ഒരു കോമൺ മാൻ മനസ്സിലാവില്ല. ഇത് ഈ ജൂലൈ 10 നന്നാക്കി വെച്ച വണ്ടിയാണ്. ഈ സംഭവം നടക്കുന്നതിന്റെ എത്രയോ മുന്നേ നടന്ന സംഭവമാണ്. എൻ്റെ വീട്ടിൻ്റെ കൊലായിൽ അർജുൻ്റെ വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ അതൊരു യൂട്യൂബറിന് കാണിച്ചു കൊടുത്തു. അപ്പം ഞാൻ ബൈക്കല്ലേ കാണിച്ചു കൊടുത്ത്. ഇനിയും ആ നടപടി ആണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും, ഇനിയും പ്രതികരിക്കേണ്ടി വരും. ഈ രീതിയിലല്ല, ശക്തമായിട്ട് തന്നെ ഇനിയും പ്രതികരിക്കേണ്ടി വരും എന്ന കാര്യം ഞങ്ങൾ വിനീതമായിട്ട് പറയാണ്. ഈശ്വർ മാൽപേ തിരിച്ചു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ടായിരുന്നു. ആ വിവാദത്തിൽ അവർ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ അമ്മയെ ആ ലൈവിൽ, അമ്മയ്ക്കറിയില്ല അത് ലൈവിലാണ് പോകുന്നത്, അമ്മേനെ വിളിച്ചിട്ട് ഫോൺ കൊടുത്തിട്ട് മാധ്യമങ്ങൾ മുന്നിൽ വെച്ചു. നോക്ക് എത്ര മ്ലേച്ഛപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതെന്ന് നോക്കൂ. 3-ാം ഘട്ട തിരച്ചിൽ ആക്ച്വലി മാൽപ്പയുടെ ആവശ്യമില്ല. അവിടെ ഔദ്യോഗികമായിട്ട് ആരും വിളിച്ചിട്ടല്ല മാൽപ്പ വന്നത്. മാൽപ്പയെ കൊണ്ടുവന്നത് മനാഫ്കയാണ്. ഈ മനാഫ്കയും മാൽപ്പയും പിന്നെ അവിടെ ഡർജറും വെച്ചിട്ടൊരു നാടക പരമ്പരയായിരുന്നു. അത് കറക്റ്റായിട്ട് അവിടെയുള്ള മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാം. ആദ്യത്തെ 2-ാമത്തെ ദിവസം ഈ ഡ്രഡ്ജറിന്റെ എല്ലാ എഫേർട്ടും ഈ മാൽപ്പയെ കേന്ദ്രീകരിച്ച് പോയത് കൊണ്ട് 2 ദിവസം നമുക്ക് നഷ്ടമായി. ഡ്രഡ്ജർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനടക്കം ബാംഗ്ലൂർ പോയതായിരുന്നു. പക്ഷേ ഇന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആ മുഖ്യമന്ത്രി. പക്ഷെ ഞാൻ അതിനും വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായിട്ട് കർണാടകയിൽ അത്യാവശ്യം പിടിപാടുള്ള ആൾക്കാരാണ്. പക്ഷെ ഞാൻ വന്നിട്ട് ഇനി ഒരു ബുദ്ധിമുട്ടാവണ്ട, ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. എനിക്ക് കേസിൻ്റെ കാര്യങ്ങൾ നോക്കാണ്ടായിരുന്നു. ഞാൻ അവിടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ വിളിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ എനിക്ക് അതിലൊന്നും പരാതിയില്ല. ഈ പറയുന്ന വ്യക്തി മനാഫ്കയാണെങ്കിൽ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം, ഈ എല്ലാ കാര്യവും അവിടെ നിന്ന് വീഡിയോ എടുക്കും. എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കാൻ എന്താരോ 600 പേര് കാണുന്നുണ്ട്, 700 പേര് ഇപ്പോൾ കാണുന്നുണ്ട്, അടിപൊളിയാണ്, സൂപ്പറാണ്. ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എത്ര അഭിജിത്തിനോട് നോക്കൂ. ഇത്രയും കാര്യം അഞ്ജു പെട്ടെന്നൊരു തരത്തിൽ വൈകാരികമായ തലത്തിൽ പോകാൻ കാരണം അവിടുത്തെ ഈ കളികളൊക്കെ കണ്ടപ്പോഴാണ് അഞ്ജു ഇത്രയും വൈകാരിക തലത്തിൽ മാറിപ്പോയത്. ഓരോ ദിവസവും 3-4 വീഡിയോ വെച്ചിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുക. കാരണം ഞങ്ങളെ എന്ത് ഇന്റർവ്യൂ നടത്തുമ്പോഴും അത് ഞങ്ങളെ ബാധിക്കുകയാണ്, ഞങ്ങളെ കുടുംബത്തിനെതിരെ ബാധിക്കുകയാണ്. എന്തൊരു ഇന്റർവ്യൂ നടക്കുമ്പോഴും അതിൽ നമ്മൾക്ക് കുടുംബത്തിനെതിരെ ക്വസ്റ്റ്യൻസ് വരും, അതിന് ഉത്തരം നൽകൂ, പ്രശ്നം വരും, പുറത്തിറങ്ങാൻ പറ്റാൻ സാധ്യത. ആകെ എന്താ പറയുക, ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ. ഈ 10,000 സബ്സ്ക്രൈബേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഒരു ലൈവ് ഇടും. പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നിരന്തരം ഈ അർജുൻ്റെ വിഷയങ്ങൾ എന്താണ് ജനങ്ങൾ മറന്നു പോകാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ എന്താണ് ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തണം. അതാകെ അന്നൊക്കെ എൻ്റെ ചാനലിൽ വളരെ കുറച്ച്, ഒരാളാണെങ്കിൽ ഒരാളെ ചെവിട്ടിലെത്തണം. ഇത് കിട്ടുന്നതിൻ്റെ തലേന്ന് അവിടെ ഞങ്ങൾ കച്ചറുണ്ടായിട്ടുണ്ട്, ഞാനും അളിയനും മനാഫ്കായും കൂടി തമ്മിൽ. അതായത് ഈ ഒരു ട്രഡ്ജർ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെ ഈ കളി കൊണ്ട് ചിലപ്പോൾ ഇവർ ഇത് നിർത്തിവെച്ച് പോകുന്നു. ഈ ട്രഡ്ജർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ ട്രഡ്ജർ ഞങ്ങൾ ഫാമിലീൻ്റെ നിർബന്ധപ്രകാരം 1 കോടി രൂപ ചിലവിൽ വന്ന ട്രഡ്ജറാണിത്. അപ്പോൾ അത് നിർത്തി പോകുമ്പോൾ അതിനുള്ള സങ്കടം ഞങ്ങൾക്ക് അറിയാം. കാരണം ഏട്ടന് കിട്ടാനുള്ള ലാസ്റ്റ് ഓപ്ഷനാണിത്. അതിനെക്കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തുള്ള ഏതൊരു ട്രഡ്ജർ മതി പറഞ്ഞിട്ട്, കാരണം ഇനി എന്ത് കൊണ്ടുവന്നാലും അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അവിടുത്തെ SP MLA ആരാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും, പുറത്തുനിന്ന് എന്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ അതിനെതിരെ കടന്ന് കച്ചറുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇത് പൊന്തിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഫ്രെയിം ഒന്നായിട്ട് മാറി. അപ്പോൾ ഈ സമയത്താണ് പുള്ളി അവിടെ നിന്ന് പറയുന്നത് ഗംഗാവലി പുഴയിൽ അങ്ങനെ അർജുനെ ഇട്ട് പോകാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് അടിച്ചതും അത് സോഷ്യൽ മീഡിയ ഏറ്റുപിടിച്ചും അതിൻ്റെ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പിന്നീടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടായത്. ഞങ്ങളെ സെന്റിമെന്റ്സിനെ മുതലാക്കിക്കൊണ്ട് നമ്മുടെ ഇമോഷനെ വിറ്റിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഒരുപാട് സഹായത്തിന്റെ പ്രവാഹമാണ്. ഈ ഫണ്ടുകളൊക്കെ ഇവിടെ മേടിച്ച് വെച്ചാൽ ഞങ്ങൾ കോടികൾ ഇവിടെ വെക്കാനുള്ള പൈസ ഉണ്ടാവും. ഇപ്പം ആ രീതിയിൽ ആൾക്കാരാണ് നമ്മൾ ബന്ധപ്പെടുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ആൾക്കാരുടെ പേരുകളൊന്നും നമുക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. ആ രീതിയിലുള്ള ആൾക്കാരാണ് നമ്മൾ ബന്ധപ്പെടുന്നതും ഏത് രീതിയിലുള്ള സഹായത്തിനും എല്ലാ സ്ഥലങ്ങളിലും ചെന്നിട്ട് ഞങ്ങളെ, അതായത് ഒരു ദാരിദ്ര്യം പോലെ പറഞ്ഞു നടക്കും. ഞാൻ എത്രയോ പ്രാവശ്യം കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു നടക്കരുത്, ഞങ്ങൾക്ക് നാളെ ജീവിക്കാനുള്ള പുറത്ത്. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ വേണം എൻ്റെ തെളിവുകളടക്കം വാട്സപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഈ കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട് നിർത്താൻ വേണ്ടിയിട്ട്, പക്ഷെ നിർത്തുന്നില്ല. ഓരോ ദിവസം പുതിയ 3 യൂട്യൂബ് ചാനൽ പിന്നെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മൂപ്പരാൾക്ക് അറിയാത്ത ഏതൊരു നമ്പറിൽ നിന്ന് കോൾ വന്നാലും അത് മറ്റൊരാൾ വീഡിയോ എടുക്കും, എന്നിട്ട് അത് സ്പീക്കറിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഓഡിയോ പോലെ ആക്കിയിട്ട് നന്ദി പറയുന്ന വീഡിയോസ് അതിങ്ങനെ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഏട്ടനോട് സ്നേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല.
പണം ലഭിച്ചിട്ടുണ്ട്. അത് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളുണ്ട്. പണം ലഭിച്ചിട്ടുണ്ട്, അത് ഇവിടെ ഇടാം. പക്ഷേ അങ്ങനെ ഒരു പണം സ്വീകരിക്കുമ്പോൾ നമ്മളോടല്ലേ ചോദിക്കേണ്ടത്? ഞങ്ങൾ കുറെ തവണ പറഞ്ഞാണ് ഞങ്ങളെ പൈസന്റെ ആവശ്യമായിട്ട് മറ്റൊരാളോട് സംസാരിക്കേണ്ടതാണെങ്കിലും നമ്മളോട് ചോദിക്കണ്ടേ? വേണോ ചോദിക്കണ്ടേ? നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വൈകാരികതയെ വിൽക്കുന്നു എന്ന് പറയാൻ. പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞങ്ങൾ ഇതുവരെ ആരോട് പണം ആവശ്യപ്പെട്ടില്ല. ഒരാൾ പോലും ഈ പറയുന്ന വ്യക്തിക്ക് പണം കൊടുക്കരുത്. ഇനിയും ഇങ്ങനെയാണ് മുന്നോട്ടെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഒരു PR വർക്കാണ് ഇതിൽ നടക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത്. ഞാൻ എന്ത് PR വർക്കാ? അങ്ങനെയാണ് നിങ്ങളാണ് എൻ്റെ PR വർക്കിൻ്റെ ആൾക്കാർ. ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ മുന്നിൽ ഇങ്ങനെ അതേമാതിരി ക്യാമറ വരുമ്പോൾ ഞാനൊരു സാധാരണ ആളാണ്. ഞാനൊരു കാര്യം ചെയ്ത്, ഞാനൊരു കാര്യം ഏറ്റെടുത്ത് അത് ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് മുകളിൽ ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് നേരിട്ട കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ കുറ്റങ്ങളും പ്രശ്നങ്ങളും എനിക്കുണ്ട്. ആ പ്രശ്നങ്ങളുടെ പിന്നിലാണ് ഞാൻ എന്താക്കുന്നത്, സംസാരിക്കുന്നത്. വേറെ PR വർക്കായിട്ട് ഈ പുള്ളി ഞങ്ങൾ അതുകൊണ്ട് തള്ളി പറയാതിരിക്കാൻ കാരണം, ആദ്യഘട്ടത്തിൽ അങ്ങനെ അല്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ മനാഫ് ഞങ്ങളെല്ലാം ഒരുമിച്ച് തന്നെയായിരുന്നു, ഒരേ ദിശയിലായിരുന്നു. പിന്നീടാണ് ഈ രണ്ടാം ഘട്ടത്തിന് ശേഷമാണ് അവർ വേറെ രീതിയിലേക്ക് പോവുകയും ഞങ്ങളെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. അതായത് പറഞ്ഞു തരാം, യൂട്യൂബ് ചാനൽ ഉണ്ടായത് ഈ ലോറി ഉടമ മനാഫ് എന്നുള്ള ഒരു പേര്, ആ ഒരു ബ്രാൻഡ് അന്നേക്ക് കയറിയിരുന്നു. അതാണ് അയാള് മനസ്സിലാക്കിയത് ശേഷമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത്. ഇതൊക്കെ ഒരു നിസ്സാരമായ കാര്യമാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാവരും കൂടി എനിക്ക് വേണ്ടാത്ത ഒരു ഹൈപ്പ് തന്നിട്ട് അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ഇതിൽ കാര്യമായിട്ട് എനിക്കൊന്നും തോന്നുന്നു. അർജുന് വേണ്ടി ആത്മാർത്ഥതയോടെ ഞങ്ങൾ കൂടെ നിന്ന്, അതായത് ഉള്ളിൽ അർജുൻ നഷ്ടപ്പെട്ടതിന് വേദനയോടെ നിന്ന് ഒരു വ്യക്തിയാണ് മുബീന്. അതിന് ആ ഒരു വൈകാരികമായ തലം ഇതിലുണ്ട്. ഞങ്ങളെ മാക്സിമം അദ്ദേഹത്തിനുള്ള ഒരു കടപ്പാട് ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞങ്ങൾ മനാഫ്ഖാനെ തള്ളി പറയാൻ തയ്യാറായിരുന്നു. എൻ്റെ സ്വന്തം അനിയനാണ്. അതിനെപ്പറ്റി ഒന്നും എനിക്ക് കൂടുതൽ അറിയില്ല. ഞാൻ എടുത്തു കൊണ്ടു നടന്ന എൻ്റെ അനിയനാണ്. നമ്മളെ ഫാദർ മരണപ്പെട്ടിട്ട് 14 കൊല്ലമായി. നമുക്ക് ആർക്കും വലിയൊരു വയസ്സില്ല. അപ്പോൾ അന്ന് മുതൽ ഞാൻ എൻ്റെ ഈ കുടുംബത്തിൻ്റെ ഭാരം ഉണ്ട്. എൻ്റെ അനിയനക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ആരും ഓരോ കൂടുതൽ സംരക്ഷിച്ചെന്നുള്ളതല്ല, ഇതാരും കുറച്ച് ആളുകൾ ഇതിന്റെ പിന്നിൽ എന്തായാലും പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഞാനിപ്പോ അമ്മയടക്കം പറഞ്ഞു, അമ്മയ്ക്ക് ഞങ്ങൾ എല്ലാവരും അതാണ് ഞാൻ പറയുന്നത്. ഈ വ്യക്തി എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള സംഭവം അയാൾ എങ്ങനെ തീരുമാനമെടുക്കും? അയാൾക്ക് ആരാണ് ഈ അധികാരം കൊടുത്തത്? അയാൾ പറഞ്ഞല്ലോ ഇപ്പൊ അയാൾക്ക് തോന്നിയത് പോലുള്ള വീഡിയോ ഇടുന്നത്. ചെയ്യട്ടെ, ഞങ്ങളുടെ അർജുനെയും ഞങ്ങളുടെ കുടുംബത്തിനെയും കോട്ടയത്തുള്ള വീഡിയോ ചെയ്യട്ടെ, നമുക്ക് അപ്പോൾ കാണാം. ഞാനിടും. അർജുൻ എന്നുള്ള പേര് മറ്റെന്താ ടാറ്റ, ബിർള അല്ലെങ്കിൽ കൊക്കക്കോല, പെപ്സി എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് പേരാ. ആർക്കും ഇന്റെ ലോറി സാരില്ല. അർജുൻ തന്നെ പേര്. 27-ാം തീയതി സന്ധ്യക്ക് മനാഫ് ഒരാളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു 2.5 മാസത്തെ സെൻഡ് ഓഫ് കൊടുത്തിട്ട് വിടുകയാണ്. വലിയ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി കൊടുത്തിട്ട് വിടുകയാണ്. സെൻഡ് ഓഫ് പാർട്ടി കഴിഞ്ഞ് വരികയാണ്. നാളെ അർജുൻ വന്നിട്ട് ഈ ആള് പോവുള്ളൂ. ഇവിടെയൊക്കെ എല്ലാവർക്കും ഒരു ആഘോഷമാകുമ്പോൾ ഞങ്ങൾ സങ്കടത്തിൽ നിൽക്കുമ്പോൾ അത് സെൻഡ് ഓഫ് നടത്തിയിട്ടാണ് ആഘോഷിച്ചത്. ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ വന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരാവശ്യമില്ല, പറയിപ്പിച്ചതാണല്ലോ. ഞങ്ങളിതൊക്കെ നിർത്തിയതാണ് മെഞ്ഞാന്ന്. അതായത് 3 ദിവസം ഞങ്ങളെല്ലാം നിർത്തി ബാക്ക് ടു ലൈഫിലേക്ക് വന്ന ആൾക്കാരാണ്. അത് ഞങ്ങളുടെ റൂമിൽ കുറേ ആളുകളുണ്ട്, ഞങ്ങളെ കസിൻസ് ഒക്കെ ആ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നോട് വന്ന് പറഞ്ഞു, അമ്മേ ഞങ്ങൾ വന്നിട്ടോ, ഈ എൻ്റെ അടുത്തൊരാളെ കൊണ്ടുവന്നു, ഈ ആൾക്ക് ഞാൻ സെൻഡ് ഓഫ് ഒന്ന് കൊടുത്തതാണ്. പിന്നെ ഞങ്ങൾ സെൻഡ് ഓഫ് പാർട്ടി കഴിഞ്ഞ് വരികയാണ്. 2.5 മാസത്തെ ഇതിൻ്റെ സെൻഡ് ഓഫ് കഴിഞ്ഞ് ഇന്ന് പിരിച്ചു വിടുകയാണെന്ന്. ഞങ്ങൾ ജീവിതത്തിൽ തിരിച്ചു വരാൻ മനാഫ്ക എന്ത് വേണം ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് നിർത്തുന്നില്ല. എങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് മൂപ്പരാൾ നിർത്തുന്നില്ല. ഈ എല്ലാ ദിവസവും ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട്, അതായത് ഏതൊരു സ്ത്രീ മൂപ്പരാളെ വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അർജുൻ്റെ സഹോദരൻ്റെ ഒരു നന്ദി കിട്ടിയില്ലാലും. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, ഞാൻ ആരും നന്ദിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. അതൊക്കെ എൻ്റെ കുടുംബത്തിനെ അതാ പറഞ്ഞേ, കുറച്ചെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിനോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് അങ്ങനെയല്ല അമ്മേ, അവര് പറഞ്ഞത് കറക്റ്റാണ്, ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അങ്ങനെ പറയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അതിന് മറിച്ച് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള
ഉറപ്പുള്ളൂ. ഇതിൻ്റെയൊക്കെ തെളിവ് ഞങ്ങളെടുത്തു. ഞങ്ങൾ വെറുതെ പറയില്ല. അത് ഇതിന് പുറകിൽ എന്താ കേസ് ഞങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഫുൾ എവിഡൻസിന്റെ ടൈമിൽ എല്ലാ ഓടി ഞങ്ങളെല്ലാം ഇതിന് പുറകിൽ ആരെങ്കിലും എന്തെങ്കിലും കേസ് കൊടുക്കുകയാണെങ്കിൽ വിത്ത് ഫുൾ എവിഡൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം അറിയിക്കാം. മുതൽ നടന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് എല്ലാവരും അറിയിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ. അതായത് ചില ആളുകളൊക്കെ നമ്മളൊന്നും ചെയ്യാതെയാണ് ഇവിടെ വന്നിട്ട് പലതും പറയുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ പുഴയിലിറങ്ങി അർജുനെ പൊക്കിയിട്ടൊന്നുമില്ല. പക്ഷെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും എല്ലാവരുടെയും സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം ആരും കുറ്റപ്പെടുത്താൻ ഒന്നിനു വേണ്ടിയിട്ടല്ല. ഞങ്ങളൊക്കെ സാധാരണ ആളുകളാണ്. ഞങ്ങൾ ആരും മീഡിയയ്ക്ക് മുന്നിൽ ഇതിന് മുന്നേ വന്നിട്ടില്ല. ഞങ്ങൾ അവസ്ഥ കൊണ്ടാണ് അന്ന് മുതൽ മീഡിയേൻ്റെ മുന്നിൽ വന്നത്. അല്ലാതെ അറ്റൻഷൻ സീക്കറായിട്ടോ മീഡിയേൻ്റെ മുന്നിൽ നിന്നിട്ട് എല്ലാവരുടെയും ഒരു അറ്റൻഷന് വേണ്ടി ഒന്നും അല്ല നമ്മൾ വന്നത്. നമുക്ക് നമ്മുടെ അനിയനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ആവശ്യം അതായിരുന്നു. അതോടുകൂടി നമ്മളൊരു നന്ദി പറച്ചിൽ നിർത്തിയ കാര്യങ്ങളാണ്. അപ്പം പല ആളുകളും പല തലത്തിലേക്ക് ഈ ഒരു കാര്യത്തിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ അത്ര പറഞ്ഞിട്ട് നിർത്തുന്നില്ല. പിന്നെ ഉള്ള ഒരു പ്രശ്നം വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ ഏട്ടൻ്റെ ഭാര്യനെ ഇവിടുന്ന് ഒറ്റപ്പെടുത്തിയെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം, ഇവിടെ വന്നിട്ട് ഏകദേശം 2 കൊല്ലത്തിനടുത്തായി. എന്താ ഇവിടെ സംഭവം? 3 വർഷത്തിനടുത്തായി. ഇത്ര കാലം ഞങ്ങളൊന്ന് കണ്ണിനെ കൊണ്ട് പോലും ഞങ്ങൾ ഇതിലായിട്ട് എൻ്റെ സ്വന്തം ചേച്ചിനെ പോലെ ഇവിടെ ഞങ്ങൾക്ക് ആർക്കും വേണം ചോദിച്ചു നോക്കാം. പക്ഷേ എൻ്റെ മൂത്ത ചേച്ചീനെ വെച്ച് പറയുന്നതാണ്, എൻ്റെ ഏടത്തിയമ്മേനെ എല്ലാവരും കൂടി ഇവിടെ ഒറ്റപ്പെടുത്തുകയാണ്, ഇതാക്കുകയാണ്, ഏട്ടനെ ചൂഷണം ചെയ്യാണ്. ഇതൊക്കെ ഈ ആൾ കൊടുക്കുന്ന ഇൻ്റർവ്യൂയിലൂടെ നമുക്ക് വരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. ഞാൻ ഇന്ന് പണിക്ക് പോയിട്ട് എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ തെരച്ചിൽ വരെ എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നീടുള്ള ഒരു ഡൈവേർഷൻ ഉണ്ടായി. ഇതിൽ നമ്മൾ ഒരു രീതിക്ക് പോകുന്നു. അദ്ദേഹത്തിന് സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യായിരുന്നു വേണ്ടിയിരുന്നത്. ഇതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ അതിലുള്ള രീതിയിൽ ഇവിടെ എന്ത് ചെയ്യുകയാണെങ്കിൽ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ നമുക്കറിയാവുന്ന കാര്യം, നമ്മുടെ ഇവിടെ നാട്ടിലുള്ള ആൾക്കാരെയും കൊണ്ട് അവിടെ പോയി ഒരു സംവിധാനത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുമോ എന്നുള്ള കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. സമ്മതിക്കില്ല. അവിടെയുള്ള കളക്ടർ സംവിധാനം, പിന്നെ പോലീസ് സംവിധാനം അവരെന്തിനു നിൽക്കുന്നു? അവിടെ പിന്നെ തിരച്ചിൽ നടത്തിയ ഇവർക്ക് ആർക്കെങ്കിലും എന്തേ സംഭവിച്ചാൽ ആര് ഉത്തരം പറയും? അതിന്റെ ഫുൾ ഉത്തരവാദിത്തം ജില്ലാ കളക്ടർക്കാണ് അവിടുത്തെ ഉത്തരവാദിത്തം. ഞാൻ ഓരോന്നും തള്ളി പറയില്ല. ഈശ്വർ മൽപ്പ ആയിക്കോട്ടെ, രഞ്ജിത്ത് ഇസ്രായേലായിക്കോട്ടെ, വന്ന് ഈ വിഷയത്തിൽ സഹകരിച്ച എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. ഞാൻ ഒരിക്കലും വിട്ടുപിടിക്കൂല. ഇവരൊക്കെ നമ്മളെ സഹായിച്ച ആൾക്കാരാണ്. ഇപ്പം മൂപ്പരാളി ഈ യൂട്യൂബ് ചാനലുകളിൽ വന്ന് പറയുന്നതിൻ്റെ 70% കള്ളത്തരാണ്. അത് ഓരോന്ന് വേണമെങ്കിലും തെളിവടക്കം ഞാൻ കാണിച്ചു തരാം. അതിലെനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എല്ലാ കാര്യങ്ങളും 70% കള്ളത്തരാണ്. കൂടുതലും കളവാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. അവരുടെ വൈകാരികതയെ മുതലെടുത്താണ് നിങ്ങൾ പറയുന്നത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അറിയില്ല എങ്ങനെ. പല ആൾക്കാരും അർജുന്റെ പേരിൽ ഫണ്ട് മേടിക്കുന്നത് ആ ഗ്രൂപ്പിൽ നടന്ന സംഭവമാണ്. ഞങ്ങൾക്ക് തോന്നി. പിന്നെ അവര് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു. മുഖ്യമന്ത്രിയുടെ കാണാൻ പോകുന്നത് മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് ആക്സസ് ആണ്. ഏത് ആവശ്യം ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് എപ്പോൾ ബന്ധപ്പെടാനുള്ള എല്ലാ സാഹചര്യവും അദ്ദേഹം ഒരുക്കി തന്നിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് ഒരുക്കി തന്ന സംഭവം മുഖ്യമന്ത്രിയായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടാനുള്ള. അപ്പം ഇവിടുന്ന് ഇവർ പോയപ്പം ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ അവരൊന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവം. അപ്പോൾ അവർക്കതെല്ലാം ഭയങ്കര ഷെയിമായിട്ട് ഫീൽ ചെയ്തു. അവരൊന്നും അറിയാതെ അപ്പോൾ അവർ കരുതി കുടുംബവും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതെന്ന് വിചാരിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പം ഞങ്ങളതെല്ലാം ഇങ്ങനെ ക്ലാരിഫൈ ചെയ്ത് കൊടുത്തപ്പോഴാണ് ഈ കഥകളൊക്കെ അവരറിയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ പോരാൻ കാരണം. നാട്ടിൽ നിന്ന് 20 ആൾക്കാർ വന്ന് തരണം. സാധ്യമായിട്ടൊരു കാര്യമാണോ എന്ന് നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന സംഭവമുണ്ട്. നമ്മളെ ആക്ഷൻ കമ്മിറ്റി എന്നെ ക്ഷണിച്ചു തിരുവനന്തപുരത്ത് പോകാൻ. ഞാൻ പറഞ്ഞു ഞാൻ വരാം. അങ്ങനെ ഞാൻ കോഴിക്കോട് എത്തി. ഞാൻ ആക്ഷൻ കമ്മിറ്റീൻ്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വരുമ്പോൾ ഞാൻ ജിതിനോട് ചോദിച്ചു, ആക്ഷൻ കമ്മിറ്റി ഇങ്ങനെ പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്, കൂടെ ജിതിനും വരണം. അപ്പം ജിതിനോട് പറഞ്ഞ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിനെ കാണാൻ തിരുവനന്തപുരം വരെ പോകേണ്ട ആവശ്യമില്ല. ഓൻ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിനായിട്ട് സംസാരിക്കാൻ വരെ ഇപ്പം കഴിയുന്നതാണ്. നമ്മളൊക്കെ സാധാരണക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിമർശിച്ചോളൂ, എല്ലാവരും വിമർശിച്ചോളൂ. പക്ഷേ ഞങ്ങളിപ്പം മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ചിരിക്കുന്നു. ഞങ്ങളെപ്പോഴും ഒരുമിച്ച് സംസാരിച്ചു, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കരഞ്ഞു. ഇത് നമ്മൾ പിന്നെ അവിടുത്തെ അതാണ് ഞാൻ പറഞ്ഞത്, മാധ്യമപ്രവർത്തകർ ഉചിതമായ ഒരു തീരുമാനം. ഞങ്ങൾ ആ സമയത്ത് മയക്കം കൊണ്ട് ആരും വന്നില്ല. പിന്നെയും വരുമ്പോൾ ഞങ്ങൾ കരഞ്ഞു പോയി. പക്ഷേ അങ്ങനെയല്ല, അതാണ് മാധ്യമങ്ങൾ കൂടെ ഞങ്ങൾ. പിന്നെ ഇവിടെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, അർജുനെ ഇവിടെ കിടത്തിയപ്പം എല്ലാ മാധ്യമപ്രവർത്തകരും വന്ന് പുഷ്പാർച്ചന നടത്തിയൊരു വികാരം വരുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. ഞങ്ങളിപ്പോഴും പറയാറുണ്ട്, മാധ്യമപ്രവർത്തനമല്ല അതിനുപരി അർജുൻ്റെ കൂടെ നിന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നത്. ഞങ്ങൾ വളരെ നന്ദി കടപ്പാട് അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതൊരു പക്ഷേ ഞങ്ങളെ
ഒരു പക്ഷേ അല്ലത് ഞങ്ങൾ അവസാനം മീഡിയനെ കാണുന്നതാണ്. ഞങ്ങളെ കാര്യങ്ങൾ ഞങ്ങൾ ശേഷം വന്നിട്ടില്ല, ഞങ്ങൾ നിർത്തിയൊരു കാര്യമാണ്. പക്ഷേ ഒരാളെ എത്ര ബന്ധപ്പെട്ടിട്ടും മിണ്ടുന്നില്ല, തിരിക്കുന്നില്ല. കാരണം അവരതിനനുസരിച്ച് പൊക്കുക. അതായത് ഞങ്ങളെ നെഞ്ചത്ത് കയറി പോവുക. അവരെ കുടുംബക്കാർ വഴി നോക്കി, അവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത്, പക്ഷേ ഒന്നും ഫലം കാണാതെ ആകുമ്പോഴാണ് ഇന്നും എത്ര വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ മനസ്സിലാവും. എത്ര വീഡിയോസാണ് മൂപ്പരാൾ യൂട്യൂബ്സിൽ വരുന്നത്. ഇതൊക്കെ ഞങ്ങൾക്കതൊരു ഭയങ്കര പ്രശ്നമായിട്ട് വരികയാണ്.